നമസ്കാരം, വൺ ഇന്ത്യ മലയാളം. ശബരിമല വിഷയം സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി വൻ തിരിച്ചടി നൽകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ശബരിമല പ്രശ്നം ആരംഭിച്ചതിനു ശേഷം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുമുന്നണി നേട്ടം കൊയ്യുകയാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ 12 ജില്ലകളിലായി 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി മിന്നുന്ന വിജയമാണ് സ്വന്തമാക്കിയത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 30 വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. ശബരിമല വിഷയത്തോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശക്തി നേടുന്ന BJPയും കടുത്ത മത്സരം കാഴ്ചവെച്ചു. പല വാർഡുകളിലും BJPക്ക് രണ്ടാമത് എത്താനായിട്ടുണ്ട്. എന്നാൽ ഒരു വാർഡിൽ പോലും വിജയിക്കാനായില്ല. അതേസമയം തെരഞ്ഞെടുപ്പ് നടന്ന 30 വാർഡുകളിൽ 16 എണ്ണത്തിൽ വിജയിച്ച് LDF കരുത്ത് തെളിയിച്ചു. 12 വാർഡുകളിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയം കണ്ടു. പലയിടത്തും UDFും LDFും പരസ്പരം സീറ്റുകൾ പിടിച്ചെടുത്തു. LDF 4 സീറ്റുകൾ UDFിൽ നിന്ന് പിടിച്ചെടുത്തു. അതേസമയം LDFിൽ നിന്ന് 5 സീറ്റുകളാണ് UDF തിരിച്ചുപിടിച്ചത്. തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 4 വാർഡുകളിൽ 3ലും രണ്ടാമത് എത്താനായി എന്നതാണ് BJPയുടെ ആകെയുള്ള നേട്ടം. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നടന്ന 3 വാർഡുകളിലും ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കാവുമ്പായി വാർഡിൽ CPMന്റെ E രാജൻ വിജയിച്ചപ്പോൾ കല്യാശ്ശേരി പഞ്ചായത്തിലെ വെള്ളാഞ്ചിറ വാർഡിൽ CPMലെ തന്നെ K മോഹനൻ വിജയിച്ചു. കീഴല്ലൂർ പഞ്ചായത്തിലെ എളമ്പാറയിൽ LDF സ്വതന്ത്രൻ RK കാർത്തികേയനാണ് വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്നത് RMPയും CPMും കടുത്ത മത്സരം നടന്ന ഒഞ്ചിയമായിരുന്നു. ഒഞ്ചിയം പഞ്ചായത്തിലെ 5ാം വാർഡിൽ RMPയുടെ P ശ്രീജിത്താണ് വിജയിച്ചത്. LDF രണ്ടാമതും BJP മൂന്നാമതും എത്തി. ഇതോടെ RMP പഞ്ചായത്ത് ഭരണം നിലനിർത്തി. കൊച്ചി കോർപ്പറേഷനിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് അട്ടിമറി വിജയമാണ് സ്വന്തമായത്. UDFന്റെ വാർഡായിരുന്ന വൈറ്റില ജനത LDF പിടിച്ചെടുക്കുകയായിരുന്നു. അതേസമയം കോട്ടപ്പടി പഞ്ചായത്ത് 1ാം വാർഡ് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. കുന്നുകര ഈസ്റ്റ് വാർഡും ചേലമറ്റം വാർഡും UDF നിലനിർത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.